ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. ഓണമായാൽ ഇഞ്ചിക്കറി ഇല്ലാത്ത എന്ത് ഓണമല്ലേ മലയാളികൾക്ക്. 101 കറിക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്ന് പഴമക്കാർ പറയുന്നത് തന്നെ. ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയുടേതായ ഒരു എരിവ്, ഒരു ചവർപ്പുണ്ട്. പുളിക്ക് ആവശ്യമായ പുളി ചേർക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇവയെല്ലാം ചേർന്ന് പല കറികളുടെ ഒരു യൂണിറ്റിയാണ് ഇഞ്ചിക്കറി. പല രസങ്ങൾ ചേർന്നതാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. ഇഞ്ചിയുടെ തൊലി കളയാനായിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചീകിയെടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ നാളികേരം ചേർക്കുന്നുണ്ട്. പലയിടത്തും നാളികേരം ചേർക്കാതെ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം ഒരല്പം തേങ്ങ ചേർത്ത് നിങ്ങൾ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കൂ. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളിയാണ്. തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓയിലിലാണ് നമ്മൾ ഇഞ്ചി വറുത്തെടുക്കുന്നത്. ഒരു 3 പച്ചമുളക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരേ സൈസിൽ അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുന്നത് ഒരേ രീതിക്ക് തന്നെ മൂത്ത് കിട്ടും. നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചോറൊക്കെ വേവിച്ചതിന് ശേഷം ആ അടുപ്പിൽ, വിറകടുപ്പിൽ, കണലിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓയിൽ കുറച്ച് നല്ലതുപോലെ ഇത് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇഞ്ചി നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഓയിൽ ആവശ്യമാണ്. മാക്സിമം നമ്മൾ ഓയിൽ കുറച്ചാണ് ഇത് വറുത്തെടുക്കുന്നത്. മായം ചേർന്ന ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും മാക്സിമം ഓയിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വിറകടുപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് നല്ലതുപോലെ ഇത് കണലിൽ വറുത്തെടുക്കാനായിട്ട് സാധിക്കും. ഇഞ്ചി നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇഞ്ചിയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒഴിക്കുന്ന ആ ഓയിൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ അത് കുടിച്ചെടുക്കും. എന്നിട്ട് മൂത്തതിന് ശേഷമാണ് ആ ഓയിൽ പുറത്തേക്ക് അത് വരുന്നത്. ഇപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ തേങ്ങയും കൂടി ചേർത്ത്, തേങ്ങയും വെളിച്ചെണ്ണയ്ക്കും ഇപ്പം നല്ല വില കൂടുതലാണ്. നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ലോയിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇഞ്ചി നന്നായിട്ടത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഇരുമ്പ് ചട്ടിക്ക് പകരം നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാനിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്ന് പറഞ്ഞത്. ഇതാ കണ്ടോ, ഒരു തുള്ളി എണ്ണ പോലും അധികമില്ല. നമ്മൾ ഓയിൽ മാക്സിമം കുറച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും കുഞ്ഞുള്ളിയും എല്ലാം ഇതാ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അല്പം പോലും ഓയിൽ വന്നിട്ടില്ല, കണ്ടോ. എന്നാൽ ഇഞ്ചി മൂത്ത് വന്നിട്ടുമുണ്ട്. ഫ്ലെയിം ഓഫാക്കിയാൽ നമ്മൾ 1-2 മിനിറ്റ് കൂടി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എരിവും പുളിവും എല്ലാം ഉള്ളതാണ് നമ്മുടെ ഇഞ്ചി കറി. ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഏതാണ്ട് 1 കിലോയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം പുളി ആവശ്യമാണ്. ഈ പുളിയിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഈ പുളി വെള്ളത്തിലാണ് നമ്മൾ ആ ഇഞ്ചി അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുകയോ പൊടിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി ആ ഒരു വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി അരച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചി അച്ചാറായാലും ഇഞ്ചി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ നല്ലതാണ്. നമ്മുടെ സാധാ വയ്ക്കുന്ന ഇഞ്ചി കറി എണ്ണയിൽ വറുത്ത് കോരി വയ്ക്കുന്നത് പോലെ അത്രത്തോളം ഡാർക്ക് കളറായിരിക്കില്ല നമ്മുടെ ഈ ഇഞ്ചി കറിക്ക്. നമ്മൾ അത്രത്തോളം എണ്ണയിലിട്ട് വറുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കളർ ഉണ്ട്, എന്നാലും അത്രത്തോളം ഡാർക്ക് കളർ കിട്ടത്തില്ല. അപ്പം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. മധുരത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂടുതൽ ശർക്കര ചേർക്കേണ്ട, കുറേശ്ശെ ചേർത്ത് നോക്കിയതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരല്പം ഉലുവപ്പൊടി കൂടെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പാകത്തിന് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി കട്ടിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കട്ടിയാക്കി എടുത്താൽ നമുക്ക് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. പുറത്തല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഈ വെള്ളമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പുറത്തിരുന്നാൽ പൂപ്പൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. കറി തയ്യാറാക്കിയതിന് ശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് മതിയാവും. നമുക്കിനി അങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി കളർ മാറി വരും. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രത്തോളം കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു ഭരണിയിലാണ് ഇഞ്ചിക്കറിയൊക്കെ സൂക്ഷിക്കാറുള്ളത്. കുറേശ്ശെ ചെറിയ ഭരണികളിൽ സൂക്ഷിച്ചാൽ നമുക്ക് നനഞ്ഞ സ്പൂണൊന്നും കൊണ്ടിടാതിരുന്നാലും ഒരുപാട് കാലം കേടാകാതെ ഇരിക്കുന്നതാണ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം
ഫ്രിഡ്ജിലെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വെച്ചിരുന്നാലും ഒരുപാട് കാലം കേടാക്കാതിരിക്കും. കണ്ടോ, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.